ജ്ഞാനികൾ സംസാരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും പറയാൻ ഉള്ളതുകൊണ്ടാണ്. മറിച്ച് വിഡ്ഢികൾ സംസാരിക്കുന്നത് എന്തെങ്കിലും പറയേണ്ടി വരുന്നത് കൊണ്ടാണ്. നമ്മളൊക്കെ ജീവിക്കുന്ന സമൂഹത്തിൽ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ വിദ്യാഭ്യാസവും വിവരവുമുള്ള ആളുകൾ അനാവശ്യമായി സംസാരിക്കാറില്ല, ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടാറില്ല. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. വിദ്യാഭ്യാസം ഒരു മനുഷ്യന് നൽകുന്നത് കേവലം അറിവ് മാത്രമല്ല, ശ്രേഷ്ഠമായ ഒരു സംസ്കാരത്തെ കൂടിയാണ്. കഴിഞ്ഞുപോയ കാലങ്ങളിലൂടെ പുറകോട്ട് സഞ്ചരിച്ചാൽ ജ്ഞാനികളും മഹാജ്ഞാനികളും ഭാരത സംസ്കാരത്തെ, അതിൻ്റെ മൂല്യത്തെ എത്രമാത്രം ഉയർത്തിപ്പിടിക്കാൻ പറ്റുമോ അത്രമാത്രം അവർ അതിനെ ഉയർത്തിപ്പിടിച്ചിരുന്നു. മറ്റുള്ളവർക്ക് അതൊരു മാതൃകയായും അവർ കാണിച്ചു കൊടുത്തു. ഇന്നത്തെ കാലത്ത് ജ്ഞാനികളും മഹാജ്ഞാനികളും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടെങ്കിലും അവർക്കൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് വിദ്യാഭ്യാസവും അതിൻ്റെ സാക്ഷ്യപത്രങ്ങളും എല്ലാം അങ്ങാടിയിൽ തൂക്കി വിൽക്കുകയാണല്ലോ. അത്തരം സാക്ഷ്യപത്രങ്ങളൊക്കെ വാങ്ങി നെഞ്ചിലും നെറ്റിയിലും ഒട്ടിച്ച് വിദ്വാനായി ചമഞ്ഞ് നടക്കുന്ന അനവധി വിദ്വാൻമാർ നമ്മുടെ ഇടയിലുണ്ട്. വിദ്യാഭ്യാസമുള്ളവർ കാര്യമാത്ര പ്രസക്തമായി മാത്രമേ എന്തെങ്കിലും സംസാരിക്കാറുള്ളൂ. അത് പറയുന്നത് ആധികാരികമായിരിക്കുകയും ചെയ്യും. അതും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും സന്ദേശങ്ങൾ കൈമാറണമെങ്കിൽ മാത്രമേ അവർ സംസാരിക്കാറുള്ളൂ. എന്നാൽ വ്യാജജ്ഞാനികൾ, അല്പജ്ഞാനികൾ വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൊണ്ടേയിരിക്കും. ഇത്തരം വിഡ്ഢികളായ വിഡ്ഢ്യാന്മാരാണ് സമൂഹത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നതും സമൂഹത്തെ നിയന്ത്രിച്ചും കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാ മേഖലകളിലുണ്ട്. വിശേഷിച്ച് ദൃശ്യമാധ്യമങ്ങൾ ക്ഷണിച്ചു വരുത്തി ചർച്ചകളിൽ പങ്കെടുത്ത് വിഡ്ഢിത്തരവും വിവരക്കേടും വിളമ്പി സ്വയം എളിഭ്യരായാലും അതൊരു നേട്ടമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചിലരുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് പ്ലേറ്റോ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരുന്നത്. വിദ്യാഭ്യാസമുള്ളവർ, പണ്ഡിതന്മാർ, ജ്ഞാനികൾ സമൂഹത്തോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. വിഡ്ഢികളായിക്കൊള്ളട്ടെ ഏതു നേരവും എന്തെങ്കിലുമൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. ശുഭദിനം.